ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഗവൺമെൻറ് ബോഡിയൊന്നുമല്ല, ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സിബിൾ ആകില്ല. ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ACCA ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് റിവിഷൻ ക്ലാസ്സസ്. ഐ എം അഞ്ജലി പീറ്റർ, യുവർ ACCA ഫാക്കൽറ്റി അറ്റ് എൻട്രി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിൻ്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി 3rd ചാപ്റ്ററിൻ്റെ റിവിഷനിലേക്കാണ് പോകുന്നത്. സ്റ്റഡി ഹബിലെ ചാപ്റ്റർ ഓർഡേഴ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത് റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് വേണമെങ്കിൽ താഴെ നമ്മുടെ എക്സ്പേർട്സിൻ്റെ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് ഇതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 3rd ചാപ്റ്റർ വരുന്നത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ എന്താണ് ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ പ്രിപ്പയറിംഗ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതായത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഒന്നും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ അവിടെ ഫ്രോഡ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. പല കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും പല രീതിയിലിരിക്കും. വേൾഡ് വൈഡ് നമുക്ക് കമ്പനീസിൻ്റെ FS കമ്പയർ ചെയ്യണമെങ്കിൽ അതിനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ തയ്യാറാക്കുമ്പോൾ അവിടെ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ഈ റൂൾസും ഗൈഡ് ലൈൻസും ഫോളോ ചെയ്തിട്ട് വേണം FS പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ഇനി എന്തിനാണ് ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ എന്തിനാണ് ഈ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ്? എൻഷുവർ ക്ലാരിറ്റി, ആക്യുറസി ആൻഡ് കമ്പയറബിലിറ്റി ഫോർ യൂസേഴ്സിന് കുറച്ചുകൂടെ, കാരണം ഒരു റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് വെച്ച് ഫോളോ ചെയ്യുമ്പോൾ അക്കൗണ്ടൻസ് ഇത് കറക്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ആ റൂൾസ് ഫോളോ ചെയ്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും, ഫ്രോഡ് നടക്കാനുള്ള ചാൻസ് കുറയും. അതുപോലെ തന്നെ എല്ലാ കമ്പനീസും ഫോളോ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് സെയിം ആയിരിക്കും, അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് കമ്പനീസിൻ്റെ FS ഈസി ആയിട്ട് കമ്പയർ ചെയ്യാനും യൂസേഴ്സിന് ഈസി ആയിട്ട് ഡിസിഷൻസ് എടുക്കാനും പറ്റും. സോ ഇതാണ് നമ്മുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ആണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. അപ്പോൾ ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ ലെവലിലും ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിലും ഉണ്ട്. നാഷണൽ ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നാഷണൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ മെയിൻലി നമുക്കൊരു 4 കമ്പോണൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വരുന്നതാണ് നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് ഓരോ കൺട്രിക്കും അവരുടേതായിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു നാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. നാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും. അത് ആ ഒരു കൺട്രിയിൽ സ്പെസിഫിക് ആയിട്ട് ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ബോഡീസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമ്മുടെ CA കോഴ്സ് നടത്തുന്ന ICAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്. UK ബേസിൽ പറയുകയാണെങ്കിൽ UKയിലെ FRC, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് കൗൺസിലാണ് ഈ ഒരു UK എന്ന് പറയുന്ന കൺട്രിയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ UKയിലുള്ള എല്ലാ കമ്പനീസും ഈ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ട് വേണം അവരുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ദെൻ ഇത് കൂടാതെ നമുക്ക് എന്തുണ്ടാകും? ഈ ഒരു സ്റ്റാൻഡേർഡ്സ് കൂടാതെ നാഷണൽ ലോ ഉണ്ടായിരിക്കും. അതായത് കൺട്രിയിൽ കമ്പനീസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള നിയമങ്ങൾ, ഈ കമ്പനി എങ്ങനെയാണ് ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടത്, ഇതിൽ എന്തൊക്കെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, റെക്കോർഡിംഗ് എങ്ങനെയായിരിക്കണം, വൈൻഡ് അപ്പ് എങ്ങനെയായിരിക്കണം, കംപ്ലീറ്റ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഗൈഡ് ചെയ്യുന്ന കുറച്ച് ലോ ഉണ്ടായിരിക്കും. അപ്പോൾ UKയിൽ നമ്മൾ പറയുകയാണെങ്കിൽ അവിടെ നമുക്ക് വരുന്നത് UK കമ്പനീസ് ആക്ട് 2006 ആണ്. ഇതുപോലെ ഇന്ത്യയിലെ കമ്പനീസ് ആക്ട് ഉണ്ട്. അതുപോലെ ഓരോ കൺട്രിയിലും അവരുടേതായിട്ടുള്ള കമ്പനീസ് ആക്ട് ഉണ്ട്. അപ്പോൾ UKയിൽ നമുക്ക് വരുന്നത് ഏതാണ്? കമ്പനീസ് ആക്ട് 2006 ആണ്. അപ്പോൾ ഈ കമ്പനീസ് ആക്ട് 2006 പറയുന്ന എല്ലാ കാര്യങ്ങളും UKയിലെ കമ്പനീസ് എന്ത് ചെയ്തിരിക്കണം? ഫോളോ ചെയ്തിരിക്കണം. ഇത് കൂടാതെ യൂറോപ്യൻ യൂണിയൻ റെഗുലേഷൻസും US സർബൻസ് ഓക്സിലെ ആക്ട് ഒക്കെ നമുക്ക് അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്. ഇനി ഇത് കൂടാതെ നമുക്ക് വരുന്ന 3rd കമ്പോണന്റ് ആണ് മാർക്കറ്റ് റെഗുലേഷൻസ്. അതായത് ഈ ഒരു ഷെയർ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനീസിന് അല്ലെങ്കിൽ ട്രേഡിംഗ് നടത്തുന്ന കമ്പനീസിന് വേണ്ടിയിട്ട് ഈ ഒരു കമ്പനീസ് പബ്ലിക് ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ ഷെയർസ് പബ്ലിക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ മാർക്കറ്റ് റെഗുലേഷൻസ്, ഫെയർ ട്രേഡിംഗ്, ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ, ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും ഫെയർ ആയിട്ടുള്ള ട്രേഡിംഗ് പ്രാക്ടീസസ് ഫോളോ ചെയ്യേണ്ടതിനുമായിട്ട് അവിടെ നമുക്ക് മാർക്കറ്റ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. UK ബേസിൽ നമുക്കത്
അത് ഇഷ്യൂ ചെയ്യുന്നത് UK ഫൈനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റി FCA ആണെന്ത് ഈ ഒരു മാർക്കറ്റ് റെഗുലേഷൻസ് UK ഇഷ്യൂ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് റൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത് പോലെ തന്നെ UK ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് മെയിൻലി വരുന്നത്. അപ്പോൾ അവർ ലിസ്റ്റഡ് കമ്പനീസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന റൂൾസ് ഉണ്ടായിരിക്കും, ഇതും കമ്പനീസ് ഫോളോ ചെയ്യണം. അപ്പോൾ നാഷണൽ ലെവലിൽ നമുക്ക് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും, ലോസ് ഉണ്ടായിരിക്കും, ഇത് കൂടാതെ മാർക്കറ്റ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. ഇത് കൂടാതെ നമ്മൾ ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ ലിസ്റ്റ് ചെയ്യുന്നത് അവിടുത്തെ ലിസ്റ്റിംഗ് ഗൈഡ് ലൈൻസ് കാര്യങ്ങൾ എന്തായിരിക്കും, ഇതൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് ഒരു കമ്പനി ആ ഒരു രാജ്യത്തുള്ള നിയമങ്ങളും സ്റ്റാൻഡേർഡ്സും അതുപോലെ തന്നെ ലിസ്റ്റഡ് കമ്പനീസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ട് വേണം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇതാണ് നാഷണൽ ലെവലിൽ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഓരോ നേഷൻസിനും അവരുടേതായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഗ്ലോബലൈസേഷൻ്റെ ടൈമാണ്. അപ്പോൾ US ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സെയിം കമ്പനിക്ക് തന്നെ ഡിഫറെൻറ്റ് കൺട്രീസിൽ ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഫോർമാറ്റ്, US വേറൊരു ഫോർമാറ്റ്, UK വേറൊരു ഫോർമാറ്റ്. അപ്പോൾ നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നു. അതാണ് നമ്മുടെ IFRS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അതായത് നാഷണൽ ലെവലിലല്ല, ഇന്റർനാഷണൽ ലെവലിൽ ഈ എല്ലാ കൺട്രീസിലൂടെ ആപ്ലിക്കബിൾ ആയിട്ട് കോമൺ ആയിട്ടൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് IFRS, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഹാർമണൈസ് ഗ്ലോബൽ സിസ്റ്റം ഫോർ കൺസിസ്റ്റന്റ് ആൻഡ് കമ്പയറബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. അതായത് എല്ലാ കൺട്രീസിലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനും കൂടി ഒരു ഹാർമണൈസ്ഡ് സിസ്റ്റം, എല്ലാ കൺട്രീസിലും ഒരുമിച്ച് എല്ലാവർക്കും കൂടെ ഫോളോ ചെയ്യാൻ പറ്റുന്ന, ഏതൊരു കൺട്രിയിലെ ആണെങ്കിലും കമ്പനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമായിട്ടാണ് ഈ IFRS നമ്മൾ കൊണ്ടുവന്നത്. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കമ്പനീസിൻ്റെ, അതായത് ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് കമ്പനീസിനെ FS കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇത് ആരാണ് ഇത് ഡെവലപ്പ് ചെയ്തത്? ഒരു ഗവൺമെൻറ് ബോഡി അല്ല ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ IFRS ഫൗണ്ടേഷൻ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതൊരു ഗവൺമെൻറ് ബോഡിയൊന്നുമല്ല. അവരുടെ അണ്ടറിൽ വരുന്ന IASB എന്ന് പറയുന്ന ബോർഡ്, IFRS ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന IASB എന്ന് പറയുന്ന ഈ IFRS ഫൗണ്ടേഷനും IASB നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ അവരാണ്, IASB ആണ് IFRS ഫൗണ്ടേഷൻ്റെ കീഴിൽ വരുന്നൊരു ബോഡിയാണ് ഈ ഒരു IFRS അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു ഗവൺമെൻറ് ബോഡിയൊന്നുമല്ല, ഒരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സിബിൾ ആകില്ല. ഇന്റർനാഷണൽ ലെവലിൽ IFRS സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഒരു കമ്പനിക്ക് അത് ഫോളോ ചെയ്യുന്ന യാതൊരു നിർബന്ധവുമില്ല. അത് ഒരിക്കലും ഓട്ടോമാറ്റിക്കലി എൻഫോഴ്സിബിൾ ആകുന്നില്ല. നമ്മുടെ കൺട്രിയിൽ ആ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആപ്ലിക്കബിൾ ആണെന്ന് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ്, നമ്മുടെ ഈ ഒരു കൺട്രിയിൽ ആ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ഇത് അഡോപ്റ്റ് ചെയ്താൽ മാത്രമാണ് നമ്മളിത് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ നമ്മളിത് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തല്ല, എൻഫോഴ്സിബിൾ അല്ല. MCQ എപ്പോഴും വരുന്നതാണ് IFRS സ്റ്റാൻഡേർഡ്സ് ഓട്ടോമാറ്റിക്കലി ഒരു കമ്പനിക്ക് ഫോളോ ചെയ്യേണ്ട, അല്ലെങ്കിൽ കമ്പൽസറി ആയിട്ട് ഫോളോ ചെയ്യേണ്ട. നമ്മുടെ കൺട്രിയിൽ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫോളോ ചെയ്താൽ മതി. എഫക്റ്റീവ് ഓൺലി വെൻ അഡോപ്റ്റഡ് ബൈ നാഷണൽ റെഗുലേറ്റേഴ്സ്. നമ്മുടെ കൺട്രിയിലെ നാഷണൽ ലെവലിൽ ആ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്ന ബോഡി ഈ ഒരു IFRS സ്റ്റാൻഡേർഡ്സ് അഡോപ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ മാത്രം നമ്മുടെ കൺട്രിയിൽ അത് ഫോളോ ചെയ്താൽ മതി. ഇത് നോർമലി അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന കൺട്രീസ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ ഇതൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. US, ചൈന, ഇന്ത്യയൊക്കെ വർക്കിംഗ് ടുവേഴ്സ് കൺവേർജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഒരു IFRS സ്റ്റാൻഡേർഡ്സ് അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ കൺട്രിയിൽ ഓൾറെഡി കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് ഇതുമായിട്ട് സെയിം ആക്കാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ഏകദേശം സിമിലർ ആക്കാനായിട്ട് നമ്മൾ ഓരോ തവണ പയ്യെ അപ്ഡേറ്റ് ചെയ്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാഷണൽ ലെവലിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും ഒരു IFRS ആയിട്ട് സെയിം ആക്കാനായിട്ട്. കംപ്ലീറ്റ് അങ്ങനെ തന്നെ അഡോപ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ കൺവേർജൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് IFRS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഇൻട്രോ. ഇനി ഞാൻ പറഞ്ഞു ഇതാരാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഇന്റർനാഷണൽ ലെവലിൽ IFRS ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന IASB എന്നൊരു ബോഡിയാണ്. അപ്പോൾ നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ ആ ഒരു റെഗുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് ആര്? IFRS ഫൗണ്ടേഷൻ. ഈ IFRS ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ നമുക്ക് 3 ബോർഡ്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നതാണ് IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഇവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ IFRS സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. IFRS ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ വരുന്ന IASB ആണ് IFRS സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്.
ഇനി ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്, ഇന്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ് ബോർഡ് ISSB ഉണ്ട്. അത് കൂടാതെ ഒരു അഡ്വൈസറി കൗൺസിൽ ഉണ്ട്, IFRS അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ഈ IASBയുടെ അണ്ടറിൽ തന്നെ ഈ IFRSന്റെ ഇന്റർപ്രിട്ടേഷൻസ് ചെയ്യാനായിട്ട് ഒരു ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ബോർഡിനെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ ആരുണ്ട്, IFRS Foundation ഉണ്ട്. IFRS Foundation സൂപ്പർവൈസറി ബോഡി ഫോർ IASB ISSB റെസ്പോൺസിബിൾ ഫോർ ഗവേണൻസ് സ്ട്രാറ്റജി ആൻഡ് ഫണ്ടിങ്. നമ്മുടെ IASBയുടെയും ISSBയുടെയും ടോപ്പിൽ വരുന്ന, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഗവേൺ ചെയ്യുന്നത്, സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നത്, ഫണ്ടിങ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ ആരാണ്, IFRS Foundation ആണ്. ഈ IFRS Foundationൽ നമുക്ക് മെയിൻലി ഒരു 2 ബോഡീസ് ആണ് വരുന്നത്. ഒരു മോണിറ്ററിംഗ് ബോർഡും ഉണ്ട്, ബോർഡ് ഓഫ് ട്രസ്റ്റീസും ഉണ്ട്. മോണിറ്ററിംഗ് ബോർഡിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി വരുന്ന അവരാണ് പബ്ലിക്കിന് അക്കൗണ്ടബിൾ ആയിട്ടുള്ളതിന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നോക്കുന്നത്. ഇനി ട്രസ്റ്റി ആണ് എന്ത് ചെയ്യേണ്ടത്, ഗവേണൻസ് കാര്യങ്ങൾ, അതുപോലെ സ്ട്രാറ്റജി, ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു IFRS ഫൗണ്ടേഷന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്? ഫസ്റ്റ്, ഡെവലപ്പ് ഹൈ ക്വാളിറ്റി അണ്ടർസ്റ്റാൻഡബിൾ എൻഫോഴ്സിബിൾ ഗ്ലോബൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഗ്ലോബൽ ലെവലിൽ എല്ലാ കമ്പനീസിനും അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിലുള്ള IFRS സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആരുടെ ഒബ്ജക്റ്റീവാണ്? ഈ ഒരു IFRS ഫൗണ്ടേഷൻ്റെ ഒബ്ജക്റ്റീവാണ്, ഡെവലപ്പ് ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവാണ്. പക്ഷേ IFRS ഫൗണ്ടേഷൻ ആണോ ഡെവലപ്പ് ചെയ്യുന്നത്? അല്ല, അവരുടെ അണ്ടറിലുള്ള IASB ആണെന്ത് IFRS സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. Then next, take account of the financial reporting needs of emerging economies and small and medium sized entities. ഇനി നമ്മുടെ ഈ ഒരു IFRS ഫൗണ്ടേഷൻസ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ MNC മൾട്ടിനാഷണൽ കമ്പനീസിനെ മാത്രമല്ല, ടോപ്പ് കമ്പനീസിനെ മാത്രമല്ല, അവരാരുടെയും നീഡ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സ്മോൾ മീഡിയം സൈസ്ഡ് എൻറ്റിറ്റീസിൻ്റെയും വളർന്നു വരുന്ന എക്കണോമീസിൻ്റെയും ഒക്കെ നീഡ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നത് ആരുടെ ഒബ്ജക്റ്റീവാണ്? നമ്മുടെ ഈ ഒരു IFRS ഫൗണ്ടേഷൻ്റെ ഒബ്ജക്റ്റീവാണ്. പ്രൊമോട്ട് ആപ്ലിക്കേഷൻ ആൻഡ് കൺവേർജൻസ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്. അതുപോലെ നമ്മൾ പറഞ്ഞു, ഈ ഒരു ഇന്റർനാഷണൽ IFRS സ്റ്റാൻഡേർഡ്സ് ഓട്ടോമാറ്റിക്കലി ഒരു കൺട്രിയിലും അഡോപ്റ്റ് ചെയ്യില്ല, ഓട്ടോമാറ്റിക്കലി ഒരു കൺട്രിയിലും എൻഫോഴ്സിബിൾ അല്ല. അപ്പോൾ ഓരോ കൺട്രിയിലുള്ള നാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് സെറ്റേഴ്സുമായിട്ട് സംസാരിച്ച് അവരുടെ കൺട്രിയിൽ ഇത് അഡോപ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ കൺട്രിയിലുള്ള നാഷണൽ സ്റ്റാൻഡേർഡ്സിനെ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, കൺവേർജൻസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആരാണ്? IFRS ഫൗണ്ടേഷൻ ആണ്. ഓവർസീ ദ വർക്ക് ഓഫ് IASB. അതുപോലെ നമ്മുടെ IASB എന്ന് പറയുന്ന ബോർഡ് ഇതിന് അണ്ടറിൽ വരുന്നതാണ്. അവരുടെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതും IFRS ഫൗണ്ടേഷൻ ആണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു, ഈ ഒരു IFRS ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ IASB ഉണ്ട്, ISSB ഉണ്ട്, IFRS അഡ്വൈസറി കൗൺസിൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്നതാണ് IASB, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. പേര് പോലെ തന്നെ എന്താണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്? ഇന്റർനാഷണൽ ലെവലിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുകയാണ്. ഇൻഡിപെൻഡൻറ്റ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡി അണ്ടർ IFRS ഫൗണ്ടേഷൻ. IFRS ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാനുള്ള ഒരു ബോഡിയാണ് നമ്മുടെ IASB എന്ന് പറയുന്നത്. Develop single set of high quality, understandable, enforceable global standards that bring transparency, accountability and efficiency to financial market around the world. വേൾഡിലുള്ള എല്ലാ കമ്പനീസിനും ഗ്ലോബലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സിൽ ട്രാൻസ്പെറൻസിയും അക്യുറസിയും കമ്പയറബിലിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു IFRS സ്റ്റാൻഡേർഡ്സ്, IFRS ഫൗണ്ടേഷന് വേണ്ടി ഈ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ IASB ആണ്. ഇനി ഇവരുടെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്താണ്? ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താണ്? IFRS സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അത് പബ്ലിഷ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ഒരു IASBയുടെ അണ്ടറിൽ ഒരു ചെറിയ ബോർഡൂടെ വരുന്നുണ്ട്, അതാണ് IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി. അതായത് ഇപ്പോൾ ഒരു IFRS സ്റ്റാൻഡേർഡ്, ഒരു ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിൽ കൺഫ്യൂഷൻസ് വരാം, ക്ലാരിറ്റി കുറവ് വരാം, അല്ലെങ്കിൽ ഇഷ്യൂസ് വരാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ ഇൻറ്റർപ്രിട്ടേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു IFRS ഇൻറ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയാണ്. ദെൻ അത് പബ്ലിഷ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? നമ്മുടെ IASB തന്നെയായിരിക്കും. IFRS കമ്മിറ്റിയുടെ ഇൻറ്റർപ്രിട്ടേഷൻസ് പബ്ലിഷ് ചെയ്യുന്നത്, ക്രിയേറ്റ് ചെയ്യുന്നത് IFRS ആയിരിക്കും, പക്ഷെ പബ്ലിഷ് ചെയ്യുന്നത് ആരായിരിക്കും? IASB ആയിരിക്കും. അഡോപ്റ്റ് എക്സിസ്റ്റിംഗ് IAS സ്റ്റാൻഡേർഡ്സ് അറ്റ് ഇൻസെപ്ഷൻ. അതുപോലെ തന്നെ ഈ IASB എന്ന് പറയുന്ന ബോർഡ് വരുന്നതിന് മുമ്പ്, ആ ഒരു ബോർഡ് വരുന്നതിന് മുമ്പ് ഓൾറെഡി നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. അതാണ് IAS സ്റ്റാൻഡേർഡ്സ്. അതായത് IFRS സ്റ്റാൻഡേർഡ്സിന് മുമ്പുള്ള IAS സ്റ്റാൻഡേർഡ്സ് ആണ്, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആണ്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ ഈ ഒരു ബോർഡ് IFRS ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്തു? ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഓൾറെഡി ഉണ്ടായിരുന്ന
IAS സ്റ്റാൻഡേർഡ്സിനെ എടുത്ത് കളഞ്ഞിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇൻക്ലൂഡ് റെപ്രസെൻറ്റേറ്റീവ് ഫ്രം നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ് ഫോർ ഗ്ലോബൽ കൺസെൻസസ്. അപ്പോൾ നമ്മുടെ ഈ IASB ബോർഡിൽ ആരുണ്ടാകും, എല്ലാ നാഷണൽ ലെവലിലും എല്ലാ നേഷൻസിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് എവിടെ ഉണ്ടാകും, നമ്മുടെ IASB ബോർഡിലുണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് IFRS IC, അതായത് IFRS ഇൻറ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. അപ്പോൾ IASBയുടെ അണ്ടറിൽ വരുന്ന ഈ ഒരു IASB IFRS സ്റ്റാൻഡേർഡ്സ് പബ്ലിഷ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരാണ്, അപ്പോൾ ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് ലൈൻസ് പിന്നീട് കൊടുക്കുന്നത് ഈ ഒരു IFRS IC ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റിയാണ് ഈ ഒരു ഗൈഡൻസ് ആ ഒരു ഇഷ്യൂ ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. റിവ്യൂ വൈഡ് സ്പ്രെഡ് അക്കൗണ്ടിങ് ഇഷ്യൂസ് വിത്തിൻ IFRS ആൻഡ് പ്രൊവൈഡ് അതോറിറ്റേറ്റീവ് ഗൈഡൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു IFRSുമായിട്ട് കണക്ട് ചെയ്ത് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്ത സ്റ്റാൻഡേർഡുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുന്നത് ആരാണ്, ഈ ഒരു IFRS ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റിയാണ്. വർക്ക് ക്ലോസ്ലി വിത്ത് നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു നാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റേഴ്സ് ആയിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്യുന്നു. റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ഗൈഡൻസ് ഓൺ ഇഷ്യൂ ദാറ്റ് ഹാവ് അറൈസൺ ഓൺ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ്. ഈ IFRS സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിൽ ഗൈഡൻസ് കൊടുക്കുന്നത് ഈ ഒരു കമ്മിറ്റിയാണ്. ആർ നോട്ട് സ്പെസിഫിക്കലി അഡ്രസ്ഡ് ഇൻ IFRS. അതുപോലെ തന്നെ ഇപ്പോൾ IFRS സ്റ്റാൻഡേർഡിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് പിന്നീട് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നതും ആരായിരിക്കും, ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ആയിരിക്കും. ദെൻ ഈ ഒരു ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഇന്റർപ്രിട്ടേഷൻ കമ്മിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് മെയിൻ കാര്യങ്ങൾ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്ന IFRS ഫൗണ്ടേഷൻ അണ്ടറിൽ നെക്സ്റ്റ് വരുന്നതാണ് IFRS അഡ്വൈസറി കൗൺസിൽ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും ഇവരുടെ പണി, അഡ്വൈസ് കൊടുക്കുകയായിരിക്കും. അപ്പോൾ അഡ്വൈസറി ടു ദ ബോർഡ് ആൻഡ് ദ ഫൗണ്ടേഷൻ. നമ്മുടെ IFRS സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്ന IASBക്കും അതുപോലെ തന്നെ ടോപ്പിലുള്ള IFRS ഫൗണ്ടേഷനിലെ ഇവർക്കുള്ള അഡ്വൈസ് കൊടുക്കുന്നതാണ് നമ്മുടെ അഡ്വൈസറി കൗൺസിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്? ഫസ്റ്റ് എന്താണ് അഡ്വൈസ് കൊടുക്കുക, എന്തിനാണ്, അജണ്ട സെറ്റിംഗ് ആൻഡ് പ്രയോറിറ്റീസ്. അപ്പോൾ ബോർഡ് എന്തൊക്കെ അജണ്ടാസ് ആണ് വരുന്നത്, ഏതൊക്കെ പ്രിയോറിറ്റി ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, ഇതിലുള്ള ഒരു അഡ്വൈസ് കൊടുക്കുന്ന അഡ്വൈസറി കൗൺസിലാണ്. ഇൻഫോം ദ ബോർഡ് വ്യൂ ഓൺ മേജർ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രൊജക്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയതായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിൽ ഈ ഒരു അഡ്വൈസറി ബോർഡിൻ്റെ വ്യൂ, ഓക്കെ ഈ ഒരു സ്റ്റാൻഡേർഡിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെ ഇവരുടെ ഒരു വ്യൂ പോയിന്റ് കൊടുക്കുക അഡ്വൈസറി കൗൺസിലിൻ്റെ പണിയാണ്. ദെൻ ഗിവ് അതർ അഡ്വൈസ് ടു ദ ബോർഡ് ഓർ ടു ദ ട്രസ്റ്റി. ഇനി ബോർഡിന്, അതായത് ബോർഡെന്ന് ഉദ്ദേശിക്കുന്ന IASB ആണ്. IASBക്കും അതുപോലെ തന്നെ IFRS ഫൗണ്ടേഷൻ്റെ ട്രസ്റ്റിക്കും എന്തെങ്കിലും ഗൈഡൻസ് അഡ്വൈസ് വേണമെങ്കിൽ ഈ IFRS അഡ്വൈസറി കൗൺസിൽ പ്രൊവൈഡ് ചെയ്യും. ദെൻ പ്രൊവൈഡ് എ ഫോറം ഫോർ പാർട്ടിസിപ്പേഷൻ ബൈ അതർ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇത് MCQയിൽ നമ്മൾ കാണാറുള്ളൊരു പോയിന്റാണ്. നമ്മുടെ ബാക്കിയുള്ള ഈ IFRS സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് അറിയാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള പാർട്ടീസിന് അവർക്ക് അവരുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫോറം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ആരാണ്, ഈ ഒരു അഡ്വൈസറി ബോഡിയാണ്. കൺസൾട്ടഡ് ഓൺ IFRS ആപ്ലിക്കേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. അതുപോലെ തന്നെ നമ്മുടെ IASB ആണെങ്കിലും IFRS ഫൗണ്ടേഷൻ ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടൈമിൽ ആരെ കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ അഡ്വൈസറി കൗൺസിലിൻ്റെ ഒപ്പീനിയൻ എടുക്കുന്നുണ്ടായിരിക്കും. ഇത്രയുമാണ് അഡ്വൈസറി കൗൺസിലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെയിൻ പോയിന്റ്. ഇനി എങ്ങനെയാണ് ഒരു IFRS സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുന്നത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, സബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യും. ബോർഡ് ഐഡൻറ്റിഫൈ സബ്ജക്റ്റ് ആൻഡ് അപ്പോയിന്റ് എ അഡ്വൈസറി കമ്മിറ്റി. ഏത് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്, സബ്ജക്റ്റ് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നു. ദെൻ അതിൽ പ്രോപ്പറായിട്ട് അഡ്വൈസ് തരാനും ഗൈഡ് ചെയ്യാനായിട്ട് ഒരു അഡ്വൈസറി കമ്മിറ്റിയും സെറ്റ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത് ഇഷ്യൂ ഡിസ്കഷൻ പേപ്പേഴ്സ്. ഇതൊരു ഓപ്ഷണൽ സ്റ്റേജ് ആണ്, മാൻഡേറ്ററി അല്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതുമായിട്ട് ഒരു ഡിസ്കഷൻ പേപ്പർ, അതായത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പുതിയ സ്റ്റാൻഡേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് എല്ലാവരുടെയും വ്യൂ പോയിന്റ്സ് നമ്മൾ എടുക്കും, ഡിസ്കഷൻസ് നടത്തും. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ നടത്താനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഒരു ഡിസ്കഷൻ പേപ്പർ ടു എൻകറേജ് കമന്റ് ആൻഡ് സെറ്റ് ഔട്ട് പോസിബിൾ ഓപ്ഷൻസ് ഫോർ എ ന്യൂ സ്റ്റാൻഡേർഡ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻട്രസ്റ്റഡ് പാർട്ടീസിനെ കമന്റ്സ് എടുത്ത് നമുക്ക് പുതിയ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിസ്കഷൻ പേപ്പറിലൂടെ അനലൈസ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സ്റ്റാൻഡേർഡ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു റഫ് ഡ്രാഫ്റ്റ്, നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു റഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡ്രാഫ്റ്റ് വേർഷൻ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിനെ നമ്മൾ വിളിക്കുന്ന
പറയുന്നതാണ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു IFRS സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്താൽ ഫസ്റ്റ് ഇത് ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്യാല്ല, അതിന് മുമ്പ് എന്ത് ചെയ്യും, അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് വേർഷൻ നമ്മൾ റിലീസ് ചെയ്യും. അതാണ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ഡ്രാഫ്റ്റ് വേർഷൻ ഓഫ് ഇന്റൻഡഡ് സ്റ്റാൻഡേർഡ് പബ്ലിഷ് ഫോർ ദ പബ്ലിക് കമന്റ് happens immediately prior to the final IFRS to check workability and quality. അപ്പോൾ ഫൈനലായിട്ട് ഈ IFRS സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ ഡ്രാഫ്റ്റ് വേർഷൻ എക്സ്പോഷർ ഡ്രാഫ്റ്റ് റിലീസ് ചെയ്യും. എന്നിട്ട് പബ്ലിക്കിൽ നിന്ന് കമൻറ്റ് എടുക്കും ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്ന്. ഓക്കെ, ഇതിൽ നിങ്ങളുടെ കമൻറ്റ് എന്താണ്, എന്തെങ്കിലും അമെൻമെൻറ്റ്സ് ആഡ് ഓൺസ് വരുത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിമൂവ് ചെയ്തിട്ടുണ്ടോ, പബ്ലിക് കമൻറ്റ്സ് എടുക്കും. ദെൻ ആ സജഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഇത് റീവർക്ക് ചെയ്യും. നമ്മൾ കമൻറ്റ്സ് കൺസിഡർ ചെയ്യും, റിവ്യൂ ചെയ്യും, ആഡ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ ആഡ് ചെയ്യും, റിമൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ റിമൂവ് ചെയ്യും. അതിനുശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുന്നത്. ഇങ്ങനെ ഫൈനൽ സ്റ്റാൻഡേർഡ് പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബോർഡിൽ 15 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 8 പേര് വോട്ട് ചെയ്താൽ മാത്രമായിരിക്കും നമുക്കിത് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇതാണ് എന്ത് നമ്മുടെ IFRS സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്ന സ്റ്റെപ്പ് വരുന്നത്. ഇതിൻ്റെ സ്റ്റെപ്സ് ഓർഡർ ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി ഒരു ബോർഡൂടെ നമ്മുടെ ഈ ഒരു IFRS ഫൗണ്ടേഷൻ അണ്ടറിലുണ്ട്. ഏതാണ്, IASB ആണ്, ഇന്റർനാഷണൽ സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ് ബോർഡ്. Formed in 2021, the IASB aims to create global baseline for sustainability related disclosure, helping investors and stakeholders make informed decisions about sustainability risk and opportunities. എന്താണ് സസ്റ്റൈനബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ അവിടെ ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷൻ്റെ നീഡ് കോംപ്രമൈസ് ചെയ്യപ്പെടാനായിട്ട് പാടില്ല. ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി എന്ത് ചെയ്യുകയാണ്, എൻവിറോൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്ത് വർക്ക് ചെയ്യുകയാണ്. പബ്ലിക് ആ കമ്പനിയെ സപ്പോർട്ട് ചെയ്യുമോ? ഇല്ല, പബ്ലിക് സപ്പോർട്ട് ചെയ്യില്ല, ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യില്ല. കാരണം അവിടെ ഫ്യൂച്ചർ ജനറേഷന് നീഡ് കോംപ്രമൈസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ്സ് നടത്തുമ്പോൾ അത് എന്തായിരിക്കണം, സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഒരു കമ്പനി ഫോളോ ചെയ്യണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റിസ്ക് ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നൊരു ബോഡിയാണെന്ത് ഈ ഒരു IASB എന്ന് പറയുന്നത്. ഇവരുടെ ഒബ്ജക്റ്റീവ് ഫസ്റ്റ് എന്താണ്, ഡെവലപ്പ് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഡിസ്ക്ലോഷർ സ്റ്റാൻഡേർഡ്സ്. ഗ്ലോബൽ ലെവലിൽ എല്ലാ കമ്പനീസും എന്തെല്ലാം സ്റ്റാൻഡേർഡ്സ് ആണ് ഈ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടത്. ഈ ഒരു സസ്റ്റൈനബിലിറ്റി സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുന്നത് IASB ആണ്. മീറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇൻഫർമേഷൻ നീഡ്സ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സസ്റ്റൈനബിലിറ്റി അവർക്ക് ജസ്റ്റ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലെ റവന്യൂ റിലേറ്റഡ് ഫിഗേഴ്സ് മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും അറിയണം. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള നീഡ്സ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരുന്നത് IASB ആണ്. ആ ഇൻവെസ്റ്റേഴ്സിൻ്റെ നീഡ്സ് IASB കൺസിഡർ ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് കമ്പനീസ് പ്രൊവൈഡ് ക്ലിയർ സസ്റ്റൈനബിലിറ്റി ഡേറ്റ ഫോർ ഗ്ലോബൽ മാർക്കറ്റ്. അതുപോലെ തന്നെ ഇതിൽ കറക്റ്റ് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഉള്ളത് കൊണ്ട് തന്നെ കമ്പനീസിന് കുറച്ചുകൂടി ഈസിയാണ് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് അവർക്ക് ഈ നമ്മുടെ കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ ഡേറ്റ പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് ആ ഒരു ഡേറ്റ ക്രിയേഷൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ദെൻ അതിനുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ IASB ആണ്. ദെൻ ഇംപ്രൂവ് ദ ഫ്ലോ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ജൂറിസ്ഡിക്ഷൻ സ്പെസിഫിക് ആൻഡ് ബ്രോഡർ സസ്റ്റൈനബിലിറ്റി ഇൻഫർമേഷൻ. അതുപോലെ നമുക്ക് നാഷണൽ ലെവലിലും ഈ ഒരു സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കും, ഇന്റർനാഷണൽ ലെവലിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫ്ലോ കറക്റ്റ് ആക്കേണ്ടത് അല്ലെങ്കിൽ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലും ഒരുപോലത്തെ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എടുക്കുന്നതൊക്കെ നമ്മുടെ IASB ആണ്. അപ്പോൾ ഇത്രയുമാണ് എന്ത് നമ്മുടെ ഇന്റർനാഷണൽ ലെവലിൽ വരുന്ന റെഗുലേറ്ററി സിസ്റ്റം. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നമ്മുടെ സ്റ്റഡി ഹബിലെ 3rd ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഒരുമിച്ച് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ്. നാഷണൽ ലെവലിലും ഉണ്ട്, ഇന്റർനാഷണൽ ലെവലിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇന്റർനാഷണൽ റെഗുലേറ്ററി സിസ്റ്റം കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ ലെവലിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് IFRS അതിൻ്റെ ബോർഡ് കാര്യങ്ങളാണ്. കാരണം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ IFRS ഫൗണ്ടേഷൻ ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ IASB ഉണ്ട്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. അവരാണ് നമ്മുടെ IFRS സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്നത് കൂടാതെ അഡ്വൈസസ് കൊടുക്കാനായിട്ട് അഡ്വൈസറി കൗൺസിലുണ്ട്. ദെൻ ഇൻറ്റർപ്രിറ്റേഷൻസ് കൊടുക്കാനായിട്ട് IASBയുടെ അണ്ടറിൽ IFRS ഇൻറ്റർപ്രിറ്റേഷൻ കമ്മിറ്റി ഉണ്ട്. ഇത് കൂടാതെ സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക്ലോഷേഴ്സ് കൊടുക്കാനായിട്ട് IASB ഉണ്ട്. അപ്പോൾ ആ കറക്റ്റ് സ്ട്രക്ചറും അവരുടെ ഒബ്ജക്റ്റീവ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒബ്ജക്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇന്റർനാഷണൽ റെഗുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ആ ഒരു IFRS സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ആണ്, അതിനുശേഷമാണ് ഫൈനൽ
IFRS പബ്ലിഷ് ചെയ്യുന്ന തുടങ്ങിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻസിൽ പറയുക. അതുപോലെ നിങ്ങളുടെ മറ്റ് ACCA ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഇൻഫോം ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു ഓൾ.